പ്രത്യേകിച്ച് കുട്ടികൾക്ക് അവധിയാണല്ലോ, എവിടെ പോകുന്നുള്ള ആലോചനയിലാണോ? ഞങ്ങൾ പോയത് യോർക്കിലാണ്. യോർക്കിൽ നല്ലൊരു നാഷണൽ റെയിൽവേ മ്യൂസിയം ഉണ്ട്. അഡൾട്ട്സിനാണെങ്കിലും കിഡ്സിനാണെങ്കിലും നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല VR എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇതിനോടൊപ്പം ഞങ്ങൾ യോർക്കിൽ ഒരു നല്ല ഇൻഡോർ ഔട്ട്ഡോർ പാർക്കിലൊക്കെ പോയിരുന്നു. അപ്പോൾ അതിന്റെ വീഡിയോ ഉടനെ തന്നെ വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ്. ഇത് നാഷണൽ റെയിൽവേ മ്യൂസിയം. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് യോർക്കിലാണ്. ഇതിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ടിക്കറ്റോ നേരത്തെ ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വാക്കിനായിട്ട് തന്നെ പോകാൻ സാധിക്കും. പക്ഷേ അവിടെ കാർ പാർക്ക് ചെയ്യുന്നതിന് കാർ പാർക്കുണ്ട്. അതിൽ ഒരു ഹോൾ ഡേ പാർക്ക് ചെയ്യാൻ പറ്റും. അതിന് 10 പൗണ്ട് നമ്മൾ കൊടുക്കണം. നമുക്ക് പക്ഷേ കാർ അവിടെ ഇട്ടിട്ട് വേണമെങ്കിൽ യോർക്ക് സിറ്റി കറങ്ങിയിട്ടൊക്കെ വരാനൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല വിശാലമായിട്ടുള്ള ഒരു ഷോറൂം കാണാം. സ്റ്റീം എഞ്ചിനുകളുടെ വലിയൊരു കളക്ഷൻ തന്നെ നമുക്ക് അവിടെ കാണാം. ഓരോന്നിനെ പറ്റിയും വളരെ വിശദമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വായിക്കാൻ താല്പര്യമുള്ളവർക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കും. ഇത് 50 വർഷം പഴക്കമുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സ്റ്റീം എഞ്ചിനാണ് നമ്മൾ ഈ മുന്നിൽ തന്നെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, ട്രാവൽ പർപ്പസിന് വേണ്ടി ഏറ്റവും ആദ്യം ഉപയോഗിച്ച എഞ്ചിൻ, അതുപോലെ തന്നെ ലിവർപൂൾ ടു മാഞ്ചസ്റ്റർ ആദ്യമായിട്ട് പാസഞ്ചേഴ്സിനെ കയറ്റി കൊണ്ടുപോയ ട്രെയിൻ, അതിന്റെ ഒരു ബോഗി, ഇതൊന്നും മോഡലല്ല കേട്ടോ, ഒറിജിനൽ ആയിട്ടുള്ള ട്രെയിനിന്റെ ഒരു പീസ് തന്നെയാണ് അവരുടെ ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ട പാസഞ്ചർ ട്രെയിനുകളുടെ അകത്ത് കമ്പാർട്ട്മെന്റ് എങ്ങനെയായിരുന്നു എന്നൊക്കെ കാണുന്നതിനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ ഉണ്ട്. കുട്ടികൾക്ക് അതൊരു അട്രാക്ഷൻ തന്നെയാണ്. നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഒരു ഓർമ്മ പുതുക്കലാണ് കേട്ടോ. ഇനി അത് മാത്രമല്ല, ചുമ്മാ ഈ ബോഗി കണ്ടുകൊണ്ട് അടക്കലല്ല. എഞ്ചിനീയറിംഗ് താല്പര്യമുള്ളവർക്ക് സ്റ്റീം എഞ്ചിൻ എങ്ങനെയാണ് പ്രവർത്തിക്കണത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ സ്റ്റീം എഞ്ചിന്റെ ഒരു പരിച്ഛേദം തന്നെ അവരവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. ആ സ്റ്റീം എഞ്ചിന്റെ കുഴലുകളും സ്റ്റീം എങ്ങനെയാണ് പാസ് ചെയ്യുന്നത്, അതിന്റെ വർക്കിംഗ് മോഡലും എല്ലാം അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വളരെ ഇതൊന്നുമല്ല, അവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് VR എക്സ്പീരിയൻസ്, വിർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസ് തന്നെയാണ്. പക്ഷേ അതിനുവേണ്ടി നമ്മൾ പ്രത്യേകം ടിക്കറ്റ് എടുക്കേണ്ടി വരും. 7.99 പെർ പേഴ്സൺ ആണ് അവർ അതിനുവേണ്ടി ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ടൈം സ്ലോട്ട് ലഭിക്കും. ഇതുപോലുള്ള ഒരു നല്ല വിർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസ് നമുക്ക് അവിടെ ലഭിക്കുകയും VR ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ ഫ്ലൈയിങ് സ്ക്വാഡ്മാൻ എന്ന 1930 പ്രൊഡ്യൂസ് ചെയ്ത ഒരു ട്രെയിനിന്റെ സ്റ്റേഷനിലേക്ക് അവർ നമ്മളെ കൊട്ടിക്കൊണ്ട് പോവുകയാണ്. പിന്നെ അവിടെ നിന്ന് നമ്മുടെ ജേർണി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാനുണ്ടോ. ബാക്കിയൊന്നും ഞാൻ പറയണ്ടല്ലോ, നിങ്ങളുടെ കൗതുകം പോകും. നിങ്ങൾ തന്നെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. അവിടെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറക്കാനാവാത്ത ഒരു അനുഭവമാണ്. എന്നിരുന്നാലും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ട്രെയിൻ നമുക്ക് ഒറിജിനലായിട്ട് കാണാൻ സാധിക്കും. 100 വർഷം പഴക്കമുള്ള ആ ഫ്ലൈയിങ് സ്ക്വാഡ്മാനെ നമുക്ക് നമ്മുടെ കൺമുന്നിൽ കാണാം. ഇതുപോലെ തന്നെ അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക്, അതായത് ഒരു റെയിൽവേ സ്റ്റേഷനിലേക്കാണ് അവർ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അത് നല്ല അനുഭവമായിരുന്നു. തിരിച്ചു വന്ന് ഈ ഒരു ട്രെയിൻ കാണുകയും കൂടി ചെയ്തപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. അന്ന് അവിടെ ഉപയോഗിച്ചിരുന്ന എല്ലാ സാധനങ്ങളും അവരവിടെ പ്രിസർവ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് മറ്റൊരു കൗതുകം. അന്ന് ഉപയോഗിച്ചിരുന്ന കപ്പും ഗ്ലാസും വൈൻ ഗ്ലാസ് ഉൾപ്പെടെ മെനു ഉൾപ്പെടെ എല്ലാം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. തീർന്നിട്ടില്ല. ഇനി അടുത്ത സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ വണ്ടർ ലാബാണ്. കുട്ടികൾക്കും അതുപോലെ അഡൾട്ടിനും ഒരു ഫാമിലി എക്സ്പീരിയൻസ് ആണ്. ഇതൊരു സയൻസ് എക്സ്പെരിമെന്റ് നമുക്ക് അവിടെ നടത്താം. 18 ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ചലഞ്ചസ് ആണ് നമുക്ക് അവിടെ ഫേസ് ചെയ്യാനായിട്ടുള്ളത്. അതുപോലെ ചെറിയ എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്താനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇതിനും ഈ പറഞ്ഞ പോലെ സ്പെഷ്യലായിട്ടുള്ള ചാർജസ് കൊടുക്കുകയും അതിന്റെ ടൈം സ്ലോട്ടിൽ നമ്മളവിടെ എൻട്രി ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ലൈവ് ആയിട്ടുള്ള സയൻസ് ഷോസും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെയായിരിക്കും അത്. 11.99 പെർ പേഴ്സൺ ആണ് അവിടെ ചാർജ് ചെയ്യുന്നത്. കുഞ്ഞൻ ട്രെയിൻ ഒരു ഭീകരനാണ് കേട്ടോ. അവൻ സെക്കൻഡ് വേൾഡ് വാറിനെ ഓവർകം ചെയ്ത ഐറ്റമാണ്. അതിൽ ബോംബേറൊക്കെ കൊണ്ടതിൻ്റെ പാടുകളൊക്കെ നമുക്ക് അതിൽ തന്നെ കാണാം. അങ്ങനെ ഹിസ്റ്ററിയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരുപാട് ഡിസ്പ്ലേകൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി അതുമാത്രമല്ല, സിഗ്നലുകൾ, ട്രെയിനിന് എങ്ങനെയാണ് സിഗ്നലുകൾ വിടുന്നത്, അതിൻ്റെ സിഗ്നലിംഗ് സ്റ്റേഷൻ എങ്ങനെയാണ്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അതിന് പറ്റിയ ഏരിയയും അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു ഹോൾ ഡേ സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. പക്ഷേ ഇതിനിടയിൽ നമുക്ക് ഭക്ഷണവും വെള്ളമൊക്കെ ഉണ്ട്. അതിനുവേണ്ടി പുറത്തൊന്നും ഇറങ്ങേണ്ട കാര്യമില്ല കേട്ടോ. വിവിധ ക്യൂസൈനിലുള്ള കഫേകൾ അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് ഫുഡും റിലാക്സേഷനും ഒക്കെ എൻജോയ് ചെയ്യാം. മാത്രമല്ല ഷോപ്പുകളും അവൈലബിൾ ആണ്. നമുക്ക് എന്തെങ്കിലും മെമ്മറിക്കൊക്കെ വേണ്ടി വാങ്ങിച്ചു വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഷോപ്പുകളും അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി പഴയ സാധനങ്ങളൊക്കെ ഉള്ളോ, പഴയ മോഡലൊക്കെ ഉള്ളോ എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നത്. അല്ല, പുതിയ മോഡൽ ട്രെയിനിൻ്റെ ഒരു എക്സിബിറ്റും അവരവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ട്രെയിനിലൊന്നും കയറിയിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള ഏരിയയും അവിടെ അവൈലബിൾ ആണ്. എൻ്റെ മകളൊന്നും ട്രെയിനിൽ കയറിയിട്ടില്ല, അപ്പോൾ അവൾക്ക് അതൊരു പുതിയ അനുഭവമായിരുന്നു. ഇനി അടുത്ത അട്രാക്ഷൻ ഈ മോഡൽ റെയിൽവേ ആണ്. ഒരു ഏരിയ തന്നെ അവർ അവിടെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ പോലെ നമ്മളും അത് കൗതുകത്തോടെ നോക്കി നിന്നു പോകും. കാരണം ഇലക്ട്രിക് ട്രെയിനുകളാണ് അതിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. കുന്നുകൾക്കിടയിലൂടെ, ടണലുകൾക്ക്, ഈ തുരങ്കങ്ങൾക്കിടയിലൂടെ ട്രെയിൻ കയറി പോകുന്നതും ഇറങ്ങി വരുന്നതും കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. ഒരു ഫുൾ ഏരിയ തന്നെ വളരെയധികം ഒറിജിനാലിറ്റിയിലാണ് അവരവിടെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചുമ്മാ ട്രെയിൻ ഇറങ്ങി പോകുന്നതല്ല കേട്ടോ. ഇത് കണ്ടില്ലേ, കൽക്കരിയൊക്കെ നിറച്ചിരിക്കുന്ന ഗുഡ്സ് ട്രെയിനൊക്കെയാണ് അതിലെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി ഗുഡ്സ് ട്രെയിൻ മാത്രമല്ല, പാലത്തിന് മുകളിലൂടെ ട്രെയിൻ കയറി പോകുന്നു. അപ്പോൾ ഒരു പാസഞ്ചർ ട്രെയിൻ ക്രോസ് ഓവറായിട്ട് പാസ് ചെയ്യുന്നു, എല്ലാം നമുക്ക് കാണാം. ശരിക്കും നമ്മൾ അത് കൗതുകമായിട്ട് നമ്മൾ നോക്കി നിന്നു പോകുന്ന രീതിയിൽ അത്രയും ഒറിജിനാലിറ്റിയിലാണ് അവരവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്.
ഇനി ഒരു നല്ലൊരു റെയിൽവേ സ്റ്റേഷൻ കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മോഡലുണ്ട്. എല്ലാവിധ ഡീറ്റെയിലിങ്ങിനോടും കൂടെയാണ് അവരതവിടെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിലെ ഓരോ ബിൽഡിങ്ങിൻ്റെ അതിന് പേരടക്കം അവർ മെൻഷൻ ഉണ്ട് എന്നുള്ളതാണ്. എത്രയധികം ശ്രദ്ധയോടെയാണ് അവരത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നതെന്ന് കാണുമ്പോൾ നമുക്ക് ശരിക്കും വളരെ അത്ഭുതം തോന്നും കേട്ടോ. അങ്ങനെ ബോറടിക്കാതെ അഡൾട്ട്സിനും കിഡ്സിനും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഇൻഡോർ അട്രാക്ഷനാണ് ഈ നാഷണൽ റെയിൽവേ മ്യൂസിയം. കുട്ടികൾക്ക് ഓടി നടന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഏരിയ അവിടെ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്കുള്ളത് ഒരു ചെറിയ കുട്ടിയാണ്, ഒരു അണ്ടർ 6 ഏജിലുള്ള ഒരു കുട്ടിയാണ്, ഒരു ടോഡ്ലർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ ഒരു സെപ്പറേറ്റ് പ്ലേ ഏരിയയും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെപ്പറേറ്റ് പ്ലേ ഏരിയയും അവിടെ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഹോൾ ഫാമിലി, ഏത് വയസ്സിലുള്ള കുട്ടികളായിക്കോട്ടെ അഡൾട്ട്സ് ആയിക്കോട്ടെ എല്ലാവർക്കും. ഇനി പുറത്തേക്ക് ഇറങ്ങിയാൽ നേരത്തെ ആദ്യം കണ്ട ഈ ട്രെയിൻ ഉണ്ടല്ലോ, ഇതിവിടെ ചുമ്മായിട്ടിരിക്കുന്നില്ല, ചെറിയൊരു ചാർജ് കൊടുത്താൽ ഇവൻ നമ്മളെ സിറ്റി സെൻറ്റർ വരെ കൊണ്ടുപോവുകയും ചെയ്യും. ആദ്യം പറഞ്ഞ പോലെ കാർ ഒരു ഹോൾഡേ അവിടെ പാർക്ക് ചെയ്തിട്ട് ഈ ട്രെയിനിൽ കയറി യോർക്ക് സിറ്റി എല്ലാം എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് തിരിച്ചു വന്ന് കാർ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോരുകയും ചെയ്യാം. അപ്പോൾ മറക്കാതെ യോർക്കിലെ ഈ നാഷണൽ റെയിൽവേ മ്യൂസിയം നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കോളൂ.